ഡോക്ടർ, വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ കുറച്ചുകൂടി ജാഗ്രതരായിരിക്കേണ്ട ഒരു സമയം കൂടിയാണിത്. അപ്പോൾ നമ്മൾ പ്രധാനമായും നിപ്പയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതെന്തൊക്കെയാണ്? നിപ്പയെക്കുറിച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ സംസാരിക്കുന്നത് കൊണ്ട് പൊതുവിൽ അതിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഒരു പൊതുധാരണ ഇന്ന് ഉണ്ട്. അതിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അതായത് അടിസ്ഥാനപരമായിട്ട് ഇതൊരു RNA വൈറസാണ്, ഒരു വൈറസ് രോഗമാണ്. അത് വവ്വാലുകളിൽ നിന്നും മനുഷ്യരിലേക്ക് എത്തുന്ന ഒരു രോഗമാണ്. വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്ക് എന്ന് വെച്ചാൽ ഈ ടെറോപ്പസ് ഫാമിലിയിൽ RNA വൈറസ് ആണ് എന്ന് ഞാൻ വീണ്ടും പറയാനുള്ള ഒരു കാരണം, RNA വൈറസുകളുടെ ഒരു പ്രത്യേകത നമുക്ക് സോപ്പിട്ട് കൈകഴുകിയാൽ, ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ മനുഷ്യരിൽ നിന്ന് വവ്വാലുകളിൽ നിന്ന് ആണ് മനുഷ്യരിലേക്ക് ആദ്യം ഈ വൈറസ്, നമ്മൾ സ്പിൽ ഓവർ എന്ന് പറയും, അത് തുളുമ്പിപ്പോവുകയാണ്. കോ എവല്യൂഷൻ വഴി വവ്വാലുകളിൽ പ്രത്യേകിച്ചും ചില ഈ ടെറോപ്പസ് എന്നൊക്കെ പറയുന്ന ഫ്രൂട്ട് പഴം തീനി വവ്വാലുകളുടെ കുടുംബത്തിൽപ്പെട്ട വവ്വാലുകളിൽ പലതരം വവ്വാലുകളിൽ നിന്നും കേരളത്തിലും മറ്റു സ്ഥലങ്ങളിൽ നിന്നും, ഇന്ത്യ മാത്രമല്ല പല ഏഷ്യൻ രാജ്യങ്ങളും, മലേഷ്യ, സിംഗപ്പൂർ, ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ് തുടങ്ങിയ പല രാജ്യങ്ങളിലും വവ്വാലുകളിൽ നിന്നും ഇത് കണ്ടെത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ഈ ഹെനിപ്പ വൈറസ് അത് പല മൃഗങ്ങളിൽ നിന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭൂമിയിൽ പല സ്ഥലത്തും അത് ജൈവശാസ്ത്രപരമായ പ്രത്യേകതകളും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും നമ്മുടെ മൃഗങ്ങളും ചെടിയും കാടും മലയും വനപ്രദേശങ്ങളും ഒക്കെയുള്ള ആവാസ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വൈറസുകൾ നമ്മൾ ഇത് കണ്ടുപിടിക്കുമ്പോഴാണ് ഇത്തരം വൈറസുകളൊക്കെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. വവ്വാലുകൾക്ക് അതുകൊണ്ട് തന്നെ എവല്യൂഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണല്ലോ. നമ്മൾ പല സമയത്തും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ള, പക്ഷേ ആ സ്പിൽ ഓവർ സംഭവിക്കുന്ന ഒരു സീസണാണിത്. വവ്വാലുകളുടെ പ്രജനന കാലത്താണ് ഈ വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്ക് ഇതെത്താനുള്ള ഒരു സാധ്യതയുള്ളത്. അതാണ് സ്പിൽ ഓവർ. അത് മനുഷ്യരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഉള്ള പടരൽ തടയാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മൾ ചർച്ചയിൽ കൂടുതൽ സംസാരിക്കുന്നത് ഇതിൻ്റെ പ്രതിരോധത്തെക്കുറിച്ച് ആയിരിക്കണം ശരണ്യ.